ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 125. നമ്മൾ 50-ാമത്തെ ഉപനിഷത്തായിട്ട് നോക്കുന്നത് സർവസാരോപനിഷത്താണ്. അതിൻ്റെ 6-ാം ഭാഗമാണ്. ഇതിൽ നമ്മൾ സാക്ഷി, കുടസ്ഥൻ, അന്തരാമി, പ്രത്യേകാത്മാവ് എന്നിവ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സൂക്തം ആദ്യം കേട്ടിട്ട് ഓരോന്നായിട്ട് നോക്കാം. ജ്ഞാതൃജ്ഞാന ജ്ഞേയ നാമാവിർഭാവതി രോ ഭാവജ്ഞാത സ്വയമേവാവിർഭാവതിരോ ഭാവഹീന സ്വയം ജ്യോതി സ സാക്ഷീത്യുച്യതേ. ബ്രഹ്മാദി പിപീലികാപര്യന്തം സർവപ്രാണി ബുദ്ധിഷ്വ വിശിഷ്ടതയോപലഭ്യമാന സർവപ്രാണി ബുദ്ധിസ്ഥോ യഥാ തഥാ കൂടസ്ഥ ഇത്യുച്യതേ. കൂടസ്ഥാദ്യുപഹിത ഭേദാനാം സ്വരൂപലാഭഹേതുർ ഭൂത്വാ മണിഗണസൂത്രമിവ സർവക്ഷേത്രേഷ്വനുസ്യൂതത്വേന യഥാ പ്രകാശത ആത്മാ തഥാ അന്തര്യാമീത്യുച്യതേ. സർവോപാധിവിനിർമുക്ത സുവർണ ദ്വിജ്ഞാന ഘന ചിന്മാത്രസ്വരൂപ ആത്മാ സ്വതന്ത്രോ യഥാ അവഭാസതേ തഥാ ത്വം പദാർത്ഥ പ്രത്യഗാത്മേത്യുച്യതേ. അറിഞ്ഞവൻ, അറിവ്, അറിയേണ്ടത് എന്നിവയുടെ എല്ലാ വശവും അറിഞ്ഞിട്ടും അവയിൽ ബന്ധമില്ലാതെ ഇരിക്കുന്ന ആത്മാവിനെ സാക്ഷി എന്ന് പറയുന്നു. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ജീവികളുടെ ബുദ്ധിയിൽ നിവസിക്കുന്നതും അവയുടെ സൂക്ഷ്മ സ്ഥൂല ദേഹത്തിന് നാശം സംഭവിക്കുമ്പോൾ അവശേഷിക്കുന്നതുമാണ് കൂടസ്ഥൻ. ഇവയെല്ലാം ഒരു ചരടിനാൽ മുത്തുകൾ കോർത്ത പോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന ആത്മാവാണ് അന്തര്യാമി. ഇതിൽ നിന്നെല്ലാം മുക്തമായി സ്വർണം തിളങ്ങുന്നത് പോലെ സ്വതന്ത്രമായി പ്രകാശിക്കുമ്പോൾ അതിനെ പ്രത്യഗാത്മാവ് എന്ന് പറയും. ഇവിടെ ആ ക്രമത്തിൽ നിന്ന് അല്പം മാറ്റിയിട്ട് പറയുകയാണ്. ആ പറഞ്ഞ ക്രമത്തിലല്ല വ്യാഖ്യാനിക്കുന്നത്. കാരണം നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടുമ്പോൾ വേദപഠനത്തിൽ ബ്രഹ്മം തൊട്ട് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ക്രമത്തിൽ വരുമ്പോൾ ആ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പം അറിഞ്ഞവൻ, എല്ലാ അറിയുന്നവൻ ആരാണ്? ആ ബ്രഹ്മമാണ്. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചമായത് എങ്ങനെയാണ്, എന്താണ് ബ്രഹ്മം, എന്താണ് എന്നെല്ലാം അവന് മാത്രമേ അറിയൂ. ആ നിർഗുണമായ സംഗതി അവനാണ് അറിഞ്ഞവൻ. അറിവ്, അത് അറിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. വേദത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സയൻസാണ്. ആധുനിക സയൻസ് കണ്ടെത്തുന്ന, ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന ആ സത്യങ്ങൾ എല്ലാം ജ്ഞാനം, അറിവ്, സയൻസ്. അത് ഏതിൽ നിന്നാണ് വന്നത്? അതും ആ ബ്രഹ്മത്തിൽ നിന്നാണ്. കാരണം പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ട സയൻസും വേദങ്ങളും ജ്ഞാനങ്ങളും എല്ലാം അവനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ അറിവും അവൻ തന്നെയാണ്. അറിയേണ്ടത് എന്താണ്? അറിയേണ്ടത് സൃഷ്ടി നടത്തുമ്പോൾ മുതൽ ഓരോന്ന് സൃഷ്ടിക്കുമ്പോഴും എന്താണ് അറിയേണ്ടത്? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൃഷ്ടി നടത്തേണ്ടത്. നമ്മളും അറിയേണ്ടത് ഏതാണ്? ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം തന്നെയാണ് അറിയേണ്ടത്. എന്നിവയുടെ എല്ലാ വശവും അറിഞ്ഞിട്ടും അപ്പം അതെല്ലാം അറിയുന്ന, എല്ലാ കാര്യങ്ങളും അറിയുന്നത് ആരേ ഉള്ളൂ? ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിനാണ് എല്ലാം അറിയുക. അവയിൽ ബന്ധമില്ലാതെ, പക്ഷേ അതിനൊന്നിട്ട് ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. അത് ഇവയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം
അതൊരു ചുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇതൊന്നും അറിയില്ല. അവയിൽ ഒരു ബന്ധവുമില്ലാതിരിക്കുന്നതിനെ ആത്മാവിനെ സാക്ഷി എന്ന് പറയുന്നു. അപ്പം അവനൊരു സാക്ഷി കണക്കെ അവിടെ നിൽക്കുകയാണ്. ഒരു സാക്ഷി കോടതിയിലെ സാക്ഷി പറയേണ്ടെങ്കിൽ അവനാണ് അറിഞ്ഞവൻ, എന്താണ് അറിയേണ്ടത് എന്ന അറിവ് അവന് നല്ലോണമുണ്ട്. എന്തിനെ പറ്റിയാണോ കോടതിയിൽ ചോദിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി അറിയേണ്ടതും അവന് നല്ല വിവരമുണ്ട്. അങ്ങനെയുള്ളവനാണ് സാക്ഷി. കാരണം എല്ലാ ജ്ഞാനവും തികഞ്ഞവൻ. പക്ഷെ അവനെന്തില്ല, പറയുന്ന സാക്ഷിയാണ്ട് വീട്ടിൽ പക്ഷം പിടിക്കാതെ അതേപോലെ പറയണം. അതുകൊണ്ടാണ് സാക്ഷി എന്ന പേര് അവന് കൊടുത്തത്. ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം അറിയാം. പ്രപഞ്ചത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഓരോ സമയം എന്താണ് നടക്കാവുന്നത്, സംഭവിക്കുന്നത്, ആൾക്കാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പ്രമോദനം എന്താണ് ഓരോ നിമിഷവും സംഭവിക്കാൻ പോകുന്നത്, എല്ലാം അവനറിയാം. പക്ഷെ അവൻ അതിന് ഒരു ബന്ധവുമില്ലാതെ നിൽക്കും, സാക്ഷി കണക്കെ നിൽക്കും. അതാണ് യഥാർത്ഥ ഈശ്വരൻ എന്ന് നമ്മൾ ഭാവനയിൽ സങ്കല്പിക്കുന്ന ആ ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് നമുക്ക് സ്വാധീനം, അത് ചുവട് കൊടുക്കുന്നില്ല. അവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എപ്പോഴും എങ്ങനെ നടക്കണം എന്നല്ല അതിന് നല്ലോണം അറിയാം, അതുപോലെ നടക്കും. പിന്നെ നമ്മളിവിടെ കിടന്നിട്ട് അതിനോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവനറിയാം ഓരോ കാലത്തും ഇന്ന കഷ്ടപ്പെടി, ഇന്നവന് ഇന്ന സംഭവിക്കും, ഇന്നതിന് ഇന്ന വരി പോകും, അവന് നല്ല അറിവുണ്ട്. പക്ഷെ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇരിക്കുന്ന ആ സാക്ഷി കണക്കിരിക്കും. അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ ബ്രഹ്മത്തെ സാക്ഷി എന്ന് പറയുന്നത്. പിന്നെ ആ ബ്രഹ്മം എന്താണ് ചെയ്തത്? അതിനൊരു സമയം തോന്നി ഒരു നല്ലൊരു ലോകം സൃഷ്ടിക്കണമെന്ന്. 4 യുഗങ്ങളിലൂടെ പടിപടിയായിട്ട് എൻ്റെ അവസാനം കലിയുഗത്തിൻ്റെ അവസാനം സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ഈ ഉള്ള ജ്ഞാനവും വെച്ചുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പം എന്ത് നടപ്പാക്കണ്ടെങ്കിലും നമ്മൾ വേദ ക്ലാസ്സിൽ കണ്ടതാണ്. ആദ്യം ഉണ്ടാക്കുന്നത് ഒരു പ്ലാനാണ്. ആ പ്ലാനിനെ നമ്മൾ അവിടെ പരമാത്മാവ് എന്ന് പറഞ്ഞു. ആ പ്ലാൻ അല്ലെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളെയും കോർത്തിടക്കുന്ന ഒരു സംഗതിയാണ് ബഡ്ജറ്റ്. നമ്മളെ വീട്ടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്ക് എത്ര, കടം കൊടുക്കാൻ, കടത്തിൻ്റെ പൈസ കിട്ടാൻ എത്ര, കടം വാങ്ങിയത് തിരിച്ചടക്കേണ്ട എത്ര വീതം, സാധനം വാങ്ങാൻ മെറ്റീരിയൽ ബഡ്ജറ്റ്, വിദ്യാഭ്യാസ ബഡ്ജറ്റ്, കുട്ടികൾക്ക് പഠിക്കാൻ എത്ര മാറ്റി വെക്കണം, ഫീസ് കൊടുക്കാൻ, ഇങ്ങനെയെല്ലാം മാറ്റി വെക്കും. ഇതെല്ലാം കോർത്തിണക്കിയിട്ട് ഉണ്ടാക്കുന്ന ആ സംഗതിക്ക് ഒരു വീട് വെക്കുമ്പോൾ വീട്ടിൽ എത്ര മുറി വേണം, എത്ര ഏരിയ വേണം, അതിൻ്റെ അകത്ത് എവിടെ ലൈറ്റ് വേണം, എവിടെ പൈപ്പ് വേണം, എവിടെ കക്കൂസ് വേണം. ഇപ്പം മനുഷ്യരിൽ അവിടെ തന്നെ പോയിക്കൊള്ളാം മൂലക്ക്. അതുപോലെ തന്നെ എവിടെ അടുക്കള വേണം, പാചകം ചെയ്യുന്ന ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കണം, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരച്ച് വെച്ചിരിക്കും ആ പ്ലാനിൽ. പിന്നെ അതനുസരിച്ചാണ് പോവുക. അതാണ് ഒരു പ്രേരക ശക്തി. അതേമാതിരി പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഏതെല്ലാം സമയത്ത് ആരെയെല്ലാം ജനിപ്പിക്കണം എന്നെല്ലാം തീരുമാനിച്ചിട്ടുള്ള ഒരു പ്ലാനുണ്ട്. ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ ഇന്ന ഒരു വ്യക്തി ജനിക്കണം, എന്നിട്ട് അവൻ ഇന്ന സമയത്ത് ഇന്നെല്ലാം ചെയ്യണം. അതെല്ലാം ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുള്ളതെല്ലാം കൂടിയിട്ട് ഒന്നും വിടാതെ എഴുതി വെച്ചിട്ടുള്ള ഒരു പ്ലാനുണ്ട്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഇവിടെ അതിനെന്ത് പറയുന്നു? ഇവയെല്ലാം ഒരു ചരടിനാൽ മുത്തുകൾ കോർത്ത പോലെ പെട്ടിരിക്കുന്ന ആത്മാവിന് അന്തര്യാമി എന്ന് പറയുന്നു. അപ്പം ഇവയെല്ലാം കോർത്തിണക്കിയിട്ട് പ്രപഞ്ചത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർത്തിണക്കിയിട്ടുണ്ടാകുന്ന ആ അന്തര്യാമി എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ടെടുക്കാം? പരമാത്മാവായിട്ട് എടുക്കാം. അതാണ് ടോട്ടൽ പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പ്ലാനിനൊരു തീരുമാനമുണ്ട്. ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം, എല്ലാവരും ഒരു കുടുംബത്തിൻ്റെ അംഗത്തെ പോലെ ജീവിക്കുന്ന സുന്ദരമായ എല്ലാ ജ്ഞാനവും തികഞ്ഞ ഒരു ലോകം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ. അതെല്ലാം പ്ലാനിലുണ്ട്. പ്ലാൻ അനുസരിച്ചിട്ട് പിന്നെ ഓരോ ഘട്ടങ്ങളിൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കും. ജീവജാലങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എല്ലാം സൃഷ്ടിക്കും. എന്തിന്? ആ പ്ലാനിലെ കുറച്ച് ഭാഗം നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അത് സബ് പ്ലാൻ എന്ന് പറയും. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു ബഡ്ജറ്റുണ്ട്. കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇത്ര എമൗണ്ട്, ട്യൂഷൻ ഇത്ര. അപ്പോൾ ആ പൈസ മാറ്റി വെത്തി കഴിഞ്ഞാൽ ഒരാളെ വിളിക്കും, അവനോട് ആ പൈസ കൊടുത്തിട്ട് അവനെ കുട്ടികളെ പഠിപ്പിക്കും.
അപ്പോൾ അവൻ്റെ ജോലി എന്ന് പറയുന്നത് ആ ബഡ്ജറ്റിൽ തീരുമാനിച്ച കാര്യമാണ് അവൻ ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ജോലി പഠിപ്പിക്കലാണ്. 1 മണിക്കൂർ പഠിപ്പിക്കണം, അവന് ഇത്ര ഫീസ് കൊടുക്കണം. അതാണ് അവൻ്റെ ആക്ടിവിറ്റി. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി അടക്കുമ്പോൾ ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കണം, ഇന്ന സമയത്ത് സൃഷ്ടിക്കണം, അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അത് ആ ബഡ്ജറ്റിൽ എന്താണോ ചെയ്യേണ്ട, പ്ലാനിൽ എന്താണോ ഉള്ളത്, ആ ജോലിയാണ് അവൻ ചെയ്യേണ്ടത്. അവൻ ചെയ്യേണ്ട ഒരു ചെറിയ ഭാഗമുണ്ട്, അതിനാണ് സബ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവാത്മാവ് എന്താണ് സംഭവിക്കുക? ബ്രഹ്മാവ് മുതൽ, അപ്പോൾ എല്ലാവരും കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഉറുമ്പ് വരെയുള്ള ജീവികളുടെ ബുദ്ധിയിൽ, അപ്പം ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് വരെയുള്ളവരെല്ലാം ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇവരെയൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവരെല്ലാം ജോലി ചെയ്യുകയാണ്, അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുക. അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഒരു വീടിൻ്റെ പ്ലാനിന് ഒരു മേസ്ത്രി വന്നു കഴിഞ്ഞാൽ മേസ്ത്രിക്ക് അതിനകത്ത് മാറ്റാനുള്ള അവകാശമൊന്നുമില്ല. 2 മുറി ഉണ്ടെങ്കിൽ ഒരു 3 മുറി ആക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്ലാൻ വയലേഷനാണ്, അത് കോർപ്പറേഷൻ പിടിക്കും. പിന്നെ ഇവിടെ ഇതെല്ലാം നടക്കും. പക്ഷേ പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യത്തിൽ ഇതൊന്നും നടക്കില്ല. ബ്രഹ്മാവായാലും വിഷ്ണുവായാലും അവരെല്ലാം, പ്രമോദായാലും വേറെ ആരായാലും അവർക്ക് വിധിച്ച ജീവാത്മാവിന് എന്താണോ ജോലി നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ചെയ്തു കൊള്ളുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചിന്തയുണ്ടാക്കുന്നുണ്ട്? ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ജീവികളുടെ ബുദ്ധിയിൽ നിർവസിക്കുന്നത്. അവനൊരു ബുദ്ധി ഉണ്ടാക്കി വെച്ചിട്ട്, ഞാനെന്നൊരു ചിന്തയുണ്ടാക്കി വെച്ചിട്ട് അവനിലൂടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിച്ചിട്ട് അവനെ കൊണ്ട് പറയുക, എനിക്ക് തോന്നുന്നു ഇന്ന ചെയ്ത് കളയാം, ബുദ്ധി എൻ്റെ ബുദ്ധിയാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ നടക്കുന്നത്. ബുദ്ധിയിൽ നിവസിക്കുന്നതും അവയുടെ സൂക്ഷ്മ സ്ഥൂല ദേഹത്തിന് നാശം സംഭവിക്കുമ്പോൾ അവശേഷിക്കുന്നതുമാണ് കുടസ്ഥൻ. അപ്പോൾ അതിൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കും. പക്ഷെ കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. അതിന് നാശം സംഭവിക്കാതിരിക്കാൻ കാരണം അത് പരമാത്മാവിൻ്റെ ഒരു ഭാഗമാണ്. വീട്ടിലെ ബഡ്ജറ്റിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷന് വേണ്ടി ഒരു 1000 റുപ്യ മാസം നീക്കി വെച്ചിട്ടുണ്ട്. ഒരാളെ വിളിക്കുന്നു, അയാൾ 1000 റുപ്യേൻ്റെ പണി വന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് പോകുന്നു. അപ്പോൾ അവൻ പോയി, അവനില്ലാതായി. പക്ഷേ ആ ബഡ്ജറ്റിലെ ആ ഒരു ഫങ്ഷൻ അത് അവിടെ തന്നെ കിടക്കുകയാണ്. അവൻ വന്നു പോകുന്നു എന്നത് കവിഞ്ഞ് വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഈ ബഡ്ജറ്റിൽ 1000 റുപ്യ കൊടുക്കണമെന്നുണ്ട്, ഒരാളെ വിളിക്കുന്നു, ജോലി ചെയ്യിപ്പിക്കുന്നു, അവൻ പോകുന്നു. അപ്പോൾ പിന്നെ അവിടെ ആ വ്യക്തി വരുന്നു, ആ പൈസ വാങ്ങുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു എന്നതിൽ കവിഞ്ഞ് അവിടെ വേറെ മരണമൊന്നുമില്ല, ആരും നശിക്കുന്നൊന്നുമില്ല. ഈ ബഡ്ജറ്റിലെ പ്ലാനിന് നാശമില്ല. ഒരു വീട് വെക്കാൻ പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് വീട് വെക്കും. വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ ആരും നോക്കുന്നൊന്നുമില്ല. പ്ലാൻ എവിടെയെങ്കിലും മൂലക്കാടെ കിടക്കും. പക്ഷെ അതിന് നാശമൊന്നുമില്ല. നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചുണ്ടാക്കുന്നത് നശിച്ചു പോയെങ്കിലും ആ പ്ലാൻ എന്നൊരു സങ്കല്പം അവിടെ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ആ വീടുണ്ടായിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണ്. അതിന് നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ ജനിപ്പിച്ചിട്ട് നമ്മളെ ബുദ്ധിയിൽ വന്നുകൊണ്ട് നമ്മളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ ആ ബുദ്ധിയിൽ നിന്ന് അതങ്ങ് മാറി നിൽക്കും, ശരീരത്തെ എടുത്ത് ദൂരക്കളഞ്ഞു. അപ്പം അങ്ങനെ സൂക്ഷ്മ സ്ഥൂല ദേഹത്തിൽ നാശം സംഭവിക്കുമ്പോൾ അവശേഷിക്കുന്നത് കുടസ്ഥൻ. അപ്പോൾ അവിടെ അവശേഷിക്കുന്നുണ്ട്, ഒരു ട്യൂഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ആ കൊച്ചിനൊരു ട്യൂഷൻ, ഞാൻ നിന്നെ പഠിപ്പിച്ചു, ട്യൂഷൻ തന്നിട്ട് നിന്നെ പഠിപ്പിക്കുകയാണെന്ന് പറയും. അതെപ്പം വരെ പറയും? മരിക്കുന്നത് വരെ പറയും. നിന്നാണ് ഞാൻ എത്ര പാടുപെട്ട് പൈസ ഉണ്ടാക്കി നിന്നെ സ്പെഷ്യൽ ട്യൂഷനെല്ലാം കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണെന്ന് മരിക്കുന്നത് വരെ പറയും. അതാ ബഡ്ജറ്റിൽ വന്ന കാര്യമാണ്. അത് ഇന്നാൾ വന്ന് പഠിപ്പിച്ച് മറ്റേ ആ പറയുന്നതിനൊന്നും അവിടെ പ്രശസ്തി ഇല്ല. അപ്പോൾ ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന പ്ലാനിൻ്റെ ഒരു ചെറിയ അംശം നമ്മളിലേക്ക് വരുന്നു. നമ്മളുടെ ബുദ്ധിയിലൂടെ തെളിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. കർമ്മം ചെയ്യുമ്പോൾ ഈ ശരീരം എടുത്ത് ദൂരെ കളയുന്നു. ആ പ്രേരക ശക്തിക്ക് ഒരു നാശവും സംഭവിക്കുന്നില്ല. അതിനാണ് കുടസ്ഥൻ എന്ന് പറയുന്നത്. അപ്പം ജീവാത്മാവിൻ്റെ, അതായത് ഓരോ ജീവിയെയും അവനാക്കി മാറ്റുന്ന ശക്തിയുടെ
പിന്നിലുള്ള പ്രേരക ശക്തിയെയാണ് കുടസ്ഥൻ എന്ന് പറയുന്നത്. അതിന് ജീവാത്മാവ് എന്നും പറയാം. അതിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. അത് ഒരു മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കുക, അതിനകത്ത് കയറിയിട്ട് കർമ്മം ചെയ്യും, എന്നിട്ട് അതിനടുത്ത് ദൂരം കളയും. ശരീരം വെറും ഉടുപ്പ് മാതിരിയാണ്, വസ്ത്രം പോലെയാണെന്ന് അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരവസ്ഥയുണ്ട്. ഇതിൽ നിന്നെല്ലാം മുക്തമായി സ്വർണം തിളങ്ങുന്ന പോലെ സ്വതന്ത്രമായി പ്രകാശിക്കുമ്പോൾ അതിനെ പ്രത്യേകാത്മാവ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ അവസ്ഥയിലാണ് ഉള്ളത്, ജീവാത്മാവ്. അത് നമ്മളുടെ ഉള്ളിൽ കയറിയിട്ട് ഒരു ബുദ്ധി ഉണ്ടാക്കി നമ്മളെ കൊണ്ടല്ലോ കാട്ടിക്കൂട്ടിപ്പിക്കുക. പക്ഷേ ആ കർമ്മങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം എടുത്ത് ദൂരെ കളഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മളിൽ ആഗ്രഹം ഉണ്ടാക്കില്ല, നമുക്ക് ഒന്നും ചെയ്യാനും തോന്നില്ല, നമ്മൾ ഞാനെന്ന ചിന്ത പോലും ഉണ്ടാക്കില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമുക്ക് കർമ്മങ്ങളെല്ലാം തീർന്നു, ഇനിയൊന്നും ചെയ്യാനില്ലാതെ പിന്നെ ഞാനെന്നൊരു ചിന്ത എന്നിൽ ഉണ്ടാകണ്ട. ആ അവസ്ഥ വരുമ്പോൾ നമ്മളിൽ ഞാനെന്ന ചിന്ത നശിക്കും. നമുക്ക് ഈ ഭൗതിക ലോകത്തോട് വിരക്തി വരും. അപ്പോൾ എന്നെപ്പറ്റിയുള്ള ചിന്ത തന്നെ ഇല്ലാതാവും. പ്രപഞ്ചത്തിൽ ഒന്നും നോക്കാനും കാണാനും ഒന്നും താല്പര്യമില്ലാത്ത അവസ്ഥ വരും. അത് ഈ ശക്തിയാണ് നമ്മളിൽ ഇത് ഉണ്ടാക്കുന്നത്. അത് കർമ്മം ചെയ്യിപ്പിക്കാനാണ്. കർമ്മം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കില്ല. ആ അവസ്ഥ വരണ്ടിക്കൽ ആർക്കേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പുനർജന്മം ഇല്ലാതെ ഒരു വ്യക്തി അവൻ്റെ കർമ്മങ്ങളെല്ലാം ഈ ഭൂമിയിൽ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അവർക്ക് ഈ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ, ബ്രഹ്മസാക്ഷാത്കാരമല്ല. ബാക്കിയൊന്നും ഈ ആത്മീയതയൊന്നും ആരോടും പറയരുതെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ അവൻ പിന്നെ ബ്രഹ്മസമാനമായി മാറും. പക്ഷേ ശരീരം ഉണ്ടാകും. ശരീരം ക്രമത്തിലെ ദ്രവിച്ച് പോവുകയുള്ളൂ. അവൻ ബ്രഹ്മമായി തീർന്നു, ശരീരം അങ്ങനെ കിടക്കും. നമ്മളെല്ലാം നോക്കുമ്പോൾ അങ്ങനെ കിടന്നിട്ടുണ്ടാവും, ഒരനക്കവും ഉണ്ടാവില്ല, അങ്ങനെ കിടന്നിട്ടുണ്ടാവും. പക്ഷേ മരിച്ചിട്ടുണ്ടാവില്ല, മരണമില്ല. കാരണം അതിനു മുമ്പ് തന്നെ അവൻ്റെ മനസ്സെല്ലാം ശൂന്യമായി. മനസ്സില്ല, ഞാനെന്ന ചിന്തയില്ല, പക്ഷെ അവൻ്റെ ശരീരം അടക്കിടക്കുന്നുണ്ട്. അത് പിന്നെ ക്രമത്തിൽ നശിച്ചു പോകും, കാരണം ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മുക്തമായി സ്വർണം തിളങ്ങുന്ന പോലെ സ്വതന്ത്രമായി പ്രകാശിക്കുമ്പോൾ അതിനെ പ്രത്യേകാത്മാവ് എന്ന് പറയുന്നു. അപ്പോഴുള്ള ആത്മാവിനെ പ്രത്യേകാത്മാവ് എന്ന് പറയും.